ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം അഞ്ചൽ ആലഞ്ചേരിയിലാണ് ഈ വർക്ക് ചെയ്തത്. ഇവിടെ വാർഡ്രോബും പിന്നെ അതേപോലെ കിച്ചണാണ് ചെയ്തത്. വാർഡ്രോബിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇവിടുത്തെ കിച്ചൺ പൂർണ്ണമായിട്ടും ഫുൾ ബോക്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ്, ഓപ്പൺ കിച്ചൺ അല്ല, പൂർണ്ണമായിട്ടും ഫുൾ ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തത്. ഇതിൻ്റെ കിച്ചൻ്റെ അടിഭാഗവും യു ഷേപ്പിലായിട്ടുള്ള അടിയിലത്തെ ആ ഒരു ക്യാബിനും പിന്നെ അതേപോലെ തന്നെ മിഡിലിൽ വരുന്ന ആ ഒരു പോർഷനും ലോഫ്റ്റ് ഏരിയയാണ് ചെയ്തത്. ആൽക്കോയുടെ അലൂ സോഫ്റ്റ് ടച്ച് അലുമിനിയം അതേപോലെ തന്നെ ആൽക്കോയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ പൂർണ്ണമായിട്ട് ചെയ്തു കൊടുത്തത്. ഈ ഒരു കിച്ചണിൽ ബോർഡറായിട്ട് ചെയ്തത് ലെക്സയുടെ PVCയുടെ വുഡ് ഫിനിഷിങ്ങിലുള്ള ഷീറ്റാണ്. ഫുള്ള് ബോക്സിൻ്റെ ടൈപ്പ് ആയിട്ട് ഇതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് സ്റ്റോറേജ് വൈസ് നമുക്ക് കിട്ടും. അപ്പോൾ കിച്ചണൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ ഫുള്ള് ബോക്സ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ നമ്മൾ ബോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ 12 mm മൾട്ടിവുഡ് സെറ്റ് ചെയ്തിട്ടാണ് നാനോ വൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ഒരു കിച്ചൻ്റെ പൂർണ്ണ രൂപം. ഇതിൽ മിഡിലായിട്ടുള്ള ആ ഒരു പോർഷൻ്റെ ഏരിയയിൽ ഒരു ചെറിയൊരു ഓപ്പൺ തട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഫുള്ള് റൂട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കവർ ചെയ്തെടുത്തത്. ഫുള്ള് ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത് ലെക്സയുടെ PVC ഷീറ്റാണ്. ഈ ഒരു ഏരിയയിലാണ് ഫ്രിഡ്ജ് വരുന്നത്. ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ടൊരു ഓപ്പൺ തട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഫുള്ള് സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് ചെയ്തിരിക്കുന്നത്. മിഡിലായിട്ട് വരുന്ന ആ ഒരു ക്യാബിനിൽ 2 ഗ്ലാസ് ഡോറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തട്ടുകളൊക്കെ കൊടുത്തിരിക്കുന്നത് 17 mm ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിലെ തട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിച്ചണിൽ ഇത് കൂടാതെ തന്നെ ഒരു GTPTയുടെ സെറ്റിങ്ങും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോറ് 3 mm ഗ്ലാസ് തന്നെയാണ് കൊടുത്തത്. ആൽക്കോയുടെ അലോ സോഫ്റ്റ് ടച്ച് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചന് ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണ് ചെയ്തു കൊടുത്തത്. ആൽക്കോയുടെ ഒരു 9 കളറോളം നമുക്ക് മാർക്കറ്റിൽ കിട്ടും. 2 സൈഡിലായിട്ടൊരു 2 തട്ടും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ 3 ഡ്രോയർ ബാസ്ക്കറ്റാണ് ചെയ്തു കൊടുത്തത്. ഒന്ന് ഒരു കട്ട്ലറി ബാസ്ക്കറ്റും പിന്നെ അതേപോലെ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റും. പിന്നെ ഡോറിൻ്റെ ഉള്ളിലായിട്ടാണ് ഓയിൽ പുള്ളൗട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത്. എല്ലാ ബാസ്ക്കറ്റും 304 വരുന്ന ഗ്രേഡിലുള്ള ബാസ്ക്കറ്റുകളാണ്. ഈ കിച്ചൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ള 2 സൈഡിലായിട്ടുള്ള ഓപ്പൺ ഏരിയയാണ്. ആ ഒരു ഓപ്പൺ ഏരിയയിൽ 2 വാട്ടിൻ്റെ LED സ്പോട്ട് ലൈറ്റും കൂടി സെറ്റ് ചെയ്യാനുള്ള വയർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക്കൽ വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതേപോലുള്ള കിച്ചണുകൾ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിലെ എല്ലായിടത്തും ഞങ്ങൾ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആൽക്കോയുടെ അലൂ സോഫ്റ്റും ഈ ഒരു വുഡ് ഫിനിഷിംഗ് ചെയ്തുകൊണ്ടുള്ള 2-3 കിച്ചൺ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ. അപ്പോൾ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്കും കൂടി താഴെ കൊടുക്കാം. പുതുതായി വീട് പണിയുന്നവരൊക്കെ ഇതേപോലെ കിച്ചൺ ഫുൾ ബോക്സ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് ബേസ് കിട്ടും. പിന്നെ അതേപോലെ ഇതേപോലെ അലുമിനിയത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് ഇതേപോലെ ഫുൾ റൂട്ടർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ മൾട്ടിവുഡും പ്ലൈവുഡിലൊക്കെ ചെയ്ത ആ ഒരു ഫിനിഷിങ്ങും കൂടി നമുക്ക് കിട്ടും. ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ. വർക്ക് ഏരിയയിൽ കൊറൽ കോഫി എന്ന് പറഞ്ഞാൽ ആൽക്കോയുടെ തന്നെ വേറൊരു കളറാണ് സെറ്റ് ചെയ്തത്. അടിയിലത്തെ ക്യാബിൻ ഓൾറെഡി സ്ലേവ് ചെയ്ത ആ ഒരു പോർഷനാണ്. മുകളിൽ ബോക്സ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.